ഈ വെള്ളിയാഴ്ച ഇറങ്ങിയ പടങ്ങളൊന്നും കാണാനും ഒരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആള് വിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെറ്റ്ഫ്ലിക്സിൽ ഒരു പടം ഡയറക്റ്റ് OTT റിലീസായിട്ട് വന്നത്. ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ മാധവൻ, നയൻതാര, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ ഇവരൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാലോ എന്ന് വിചാരിച്ചിരുന്നത് കണ്ട്. ശശികാന്താണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. മുമ്പ് കുറേ നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളി, തമിഴ് പടമൊക്കെ ഉൾപ്പെടെ. അപ്പോൾ ഈ സിനിമ, ഈ പടം ഇത് രണ്ട് കുടുംബങ്ങളുടെ കഥ പറയുന്നു. സിദ്ധാർത്ഥും മീര ജാസ്മിനും ഒരു ഫാമിലി, ഒരു മോനുണ്ട്. മാധവനും നയൻതാരയും ഒരു ഫാമിലി, പിള്ളേരാരുമില്ല. മാധവൻ വലിയ എന്തോ വെള്ളത്തിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിൽ ഒരു ഗവേഷണം നടത്തി, അത് വിജയകരമായിട്ട് കംപ്ലീറ്റ് ആക്കി. പക്ഷേ അതൊന്ന് അപ്രൂവലായി കിട്ടാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഓട്ടമാണ്, വേറെ ജോലി കൂലിയൊന്നുമില്ല, ബാധ്യതയാണ്, ദാരിദ്ര്യമാണ് വീട്ടിൽ. അവൾക്ക് ഒരു ചെറിയ ജോലിയുണ്ട് നയൻതാരയ്ക്ക്. പിള്ളേരില്ലാത്തതിൻ്റെ വിഷമം നയൻതാരയ്ക്കുണ്ട്. ആ കുടുംബം അങ്ങനെ പോണ്. ഇപ്പുറത്തെ കുടുംബം, ഇയാൾ ഒരു ഇന്ത്യയിലെ മികച്ച ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, പക്ഷേ ഇപ്പോൾ ഫോം ഔട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഷർ, അതുകൊണ്ട് തന്നെ അവൻ ഇത്തിരി ബാക്കി കാര്യങ്ങളിലൊന്നും അവൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ഫാമിലി ഇതൊക്കെ അവന് സെക്കൻഡറിയാണ്, അവന് ക്രിക്കറ്റാണ് ലൈഫ്. അങ്ങനെ ഇങ്ങനെ രണ്ടുപേരുടെ കഥ എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ആക്ട്, അതായത് സിനിമയുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പിടിച്ചിരുത്തി കഥാപാത്രങ്ങളെ നമുക്ക് മനസ്സിലായി, നമ്മൾ അകത്തോട്ടായി, ഇന്നായി. അങ്ങനെ നല്ല രീതിയിൽ പോയിട്ട് പിന്നെ അതിൻ്റെ സെക്കൻഡ് ആക്ട് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് സംഭവിക്കുകയാണ്. അത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതും അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ പടം, ഇതിൻ്റെ റിവ്യൂ പറയുമ്പോൾ കുറച്ച് മൈനർ സ്പോയിലേഴ്സ് ഒക്കെ വരും, അല്ലാതെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. OTT പടമല്ലേ. ഇതിൻ്റെ ക്രിക്കറ്റ് വാതുവയ്പ്, കുറച്ച് ടീമുകൾ, അവരുടെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവണമല്ലോ, ഒരു വിഷയത്തിലേക്ക് ഇറങ്ങണമല്ലോ. പടത്തിൻ്റെ സെക്കൻഡ് ആക്ട് ഗംഭീരമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കൊരു ഒരു ത്രില്ലർ പോലെ അടുത്തെന്താവും എന്നുള്ളൊരു സസ്പെൻസ് ഇട്ട് പോകും എന്നുള്ള സെറ്റപ്പാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അത് സസ്പെൻസ് ഉണ്ടായിരുന്നു. ഈ പടത്തിൽ അടുത്തെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫുള്ള് കണ്ടു തീർക്കുക എന്നുള്ളതാണ്. അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ പോകും. പക്ഷേ ഈ പറഞ്ഞ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തേർഡ് ആക്ട് വരുന്ന സമയത്ത് കാണിച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ യാതൊരു ലോജിക്കും ഇല്ലാതെ ഏച്ച് കെട്ടി കഥാപാത്രങ്ങളെ വായി തോന്നും പോലെ പിടിച്ചെഴുതി ഇല്ലാതാക്കി അങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ആർക്ക് സെറ്റ് ചെയ്യണമല്ലോ കഥാപാത്രം, വായി തോന്നും പോലെ, ആർക്ക് തോന്നും പോലെ അങ്ങ് തിരിച്ചും മറിച്ചും അങ്ങ് ആക്കി വെക്കുക എന്നാണ്. യാതൊരു യുക്തിയും ഇല്ലാത്ത ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരൻ്റെ മോൻ ചുമ്മാ റോഡിൽ കൂടി തരാപ്പാരാടക്കുക. സ്കൂളിൽ അവൻ്റെ മോണിറ്റർ ചെയ്യാൻ ആരുമില്ല, ഒന്നുമില്ല. അതുപോലെ നമ്മളൊരു പ്രിയപ്പെട്ട ഒരാൾ എവിടെയെങ്കിലും തടവറയിൽ കിടക്കുമ്പോൾ അവൻ്റെ കൈ രണ്ടും ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കിടത്തിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൈ അഴിച്ച് സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് ഒരു കോമൺ ലോജിക്ക്. അതുപോലെ ചെയ്യാതെ എന്തൊക്കെ കാണിക്കണം. സെയ്ത്താൻ പഠിക്കുകയാണ് മാധവൻ. നയൻതാരയുടെ കുറച്ച് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിനുള്ള ഒരു പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മീര ജാസ്മിന് ഒരു റോളുണ്ട്, ഒത്തിരി ഓവറായി പോയതാണ് എനിക്ക് തോന്നിയത്. പിന്നെ അങ്ങോട്ട് ഇത് ഒരു യാച്ച് കെട്ടി ഇതിങ്ങനെ അങ്ങനെ പോകണം, ഒരു ലോജിക്കും ഇല്ലാതെ. അതായത് ഈ ക്യാരക്ടേഴ്സിനെ സ്പോയിൽ ചെയ്തു എന്ന് നമുക്ക് പറയാം. നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലിപ്പം ശരിയാണ്, ഓരോ സിറ്റുവേഷൻ വരുമ്പം പണം കാണുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക. ഈ കാര്യങ്ങൾ, അതുപോലെ ചെറിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സൊല്യൂഷൻസ് ഉണ്ടാവുമെന്നുള്ള ചിന്തകൾ വരിക, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അത് കാണിക്കണേന് ഇത്ര ആർട്ടിഫിഷ്യാലിറ്റി പാടില്ല. ഈ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളുടെ ആരടുത്തും തന്നെ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ എന്തൊരു വേണമെങ്കിൽ ചെയ്യട്ടോ പുല്ലുകളെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അയ്യോ ഇവരുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ഒന്നും തോന്നണില്ല. ഇതിനപ്പുറം ഇതിനൊരു പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് തുടക്കത്തിൽ തന്നെ ഇത് എന്തിനാണെന്ന് അവർ കണ്ടുപിടിച്ചു, അത്രയും ബ്രില്യൻ്റ് ആണ്. എന്നിട്ട് അവന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടേ, ഇത്രയും മൊണ്ണങ്ങളായിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ഒരു നമ്മൾ തന്നെ കണ്ടോണ്ടിരിക്കും. ഇവിടെ പോലീസ് ഇത് ചെയ്താൽ മതിയാണ്, നീ അത് എങ്ങനെ ഒന്ന് കേൾക്കണ്ട, നീ ഇതങ്ങ് ചെയ്യും, സംഭവം കിട്ടും. ഫോൺ ടാപ്പിംഗ് ഉണ്ട്, എല്ലാ പരിപാടിയും അവനുണ്ട്. എന്നിട്ടും യവന്മാർക്ക് എന്തിനാണ് ചെയ്യേണ്ടത്, ആരാണ് കുറ്റവാളി, എന്താണ് ഇവിടെ നടക്കണത് യവന്മാർക്ക് അറിഞ്ഞുകൂടാ. അവന്മാർ നമ്മളെ പടത്തിന്റെ ഒരു 10 മിനിറ്റ് പറയുകയാണ് പോലീസുകാരന്മാർ പറഞ്ഞത്. അത് അങ്ങനെ ഒരു കോമഡി പീസുകൾ കുറെ. ഇതിനെല്ലാം അപ്പുറം ഗുണാന്ന് എടുത്ത് വെച്ചിരിക്കുന്ന കുണച്ച ഒരു ക്ലൈമാക്സും കൂടി ആകുമ്പോഴേക്കും ശുഭമായി. ഇത് തിയേറ്ററിൽ ഇറക്കാത്തതുകൊണ്ട് നന്നായി, 8 നിലയിൽ പൊട്ടുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ബോറടിപ്പിച്ചില്ല എന്നെ. ഫസ്റ്റ് ഹാഫിൽ കുറച്ചിടങ്ങളിൽ വലിച്ചിലുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ അടുത്തെന്തെന്നുള്ളൊരു സസ്പെൻസ്, ഒരു ത്രില്ലിങ് ഇതിട്ട് ഇതിനുണ്ട്. അത് കാണിക്കണൊക്കെ കോമഡി ആണെങ്കിൽ പോലും സംഭവം നമുക്ക് അടുത്തെന്താണ്, ഇത് ഏതാവുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മളിത് ഫുള്ള് കണ്ട് തീർക്കും എന്നുള്ളതാണ്. ആ ടൈം പാസ്, സമയം പോയി കിട്ടും. പിന്നെ ലോജിക്ക്, സ്ക്രിപ്റ്റും മറ്റൊന്നും പ്രശ്നമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു തവണ OTT-യിലൂടെ ഒരു തവണ വേണമെങ്കിൽ കാണാമെന്നുള്ള ഒരു സിനിമയായിട്ടാണ് ടെസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ തിരുവനന്തപുരത്തുള്ളവന്മാർ ഇത് ഏത് സ്പോട്ടാണെന്ന് പുലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് പറയട്ടെ.
കമൻറ്റ് പിൻ ചെയ്ത് വയ്ക്കാം, കണ്ടുപിടി. എന്തരാ വരട്ടെ ഏട്